ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ PM നാരായണൻ കൂടി ടെലിഫോണിൽ ചേരുകയാണ്. നമസ്കാരം സർ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ട്രംപിൻ്റെ വാക്കൊക്കെ വെറും വാക്കാണ് എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. അതിലിപ്പോൾ ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്ന് വീണ്ടും മിസൈൽ ആക്രമണമൊക്കെ ഇറാൻ്റെ നേരെ ഉണ്ടാവുകയാണ്. ഇതിങ്ങനെ കൊടുത്തും തിരിച്ചടിച്ചും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കൂടുതലും നമുക്കറിയുന്ന പോലെ പ്രവാസികളെയാണ് ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത്. ഗൾഫ് മേഖലകളെയൊക്കെ കാര്യമായി തന്നെ ഈ ആക്രമണം നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളം ആശങ്കയോടുകൂടി വേണം നമ്മളിതിനെ കാണാൻ. ഇതിൻ്റെ ഈ ആക്രമണം ഏത് തരത്തിൽ ഇനി അവസാനിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം? ഫെബ്രുവരി 28-നാണ് ഇത് തുടങ്ങിയത്. ഇപ്പോൾ മാർച്ച് 28, ഒരു മാസം കഴിയുമ്പോൾ ഈ സംഘർഷങ്ങളിൽ അയവ് വരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുക. അമേരിക്ക ഒരു ചുവട് പിന്നോട്ട് വയ്ക്കുമ്പോൾ ഇസ്രായേൽ 10 ചുവട് മുന്നോട്ട് വയ്ക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. എന്ന് വെച്ചാൽ അമേരിക്ക സമവായത്തിനും ഒരു തരത്തിലുള്ള നെഗോസിയേഷനൊക്കെ ശ്രമിക്കുന്നുണ്ട് പല രാജ്യങ്ങളിൽ കൂടെ. പക്ഷേ ഇസ്രായേൽ ആണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ആക്രമണം ഇറാനിൽ അയച്ചുവിടുന്നത്. പ്രത്യേകിച്ചും ഇന്നലെയൊക്കെ ഇറാന്റെ ന്യൂക്ലിയർ സംവിധാനങ്ങൾക്ക് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. അതിനെതിരെ വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാവുമെന്ന് ഇപ്പോൾ റെവല്യൂഷണറി ഗാർഡിന്റെ പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്. അതേപോലെ ഇറാൻ ന്യൂസ് ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ യുദ്ധം തൽക്കാലം നിൽക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇത് മാത്രവുമല്ല, ഇതിന്റെ ഇപ്പം ചോദിച്ച പോലെ ഇതിന്റെ ഇറാന്റെ പ്രത്യാക്രമണം എന്നത് ഇസ്രായേലിനെതിരെ ആണെങ്കിൽ പോലും അതിന്റെ ഫലം അനുഭവിക്കുന്നത് പലപ്പോഴും ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളാണ്. അവിടെയാണ് നമ്മളെ മലയാളികളടക്കമുള്ള ഒട്ടനവധി പ്രവാസികൾ ജീവിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഇത് വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഒരു തരത്തിലുള്ള കൊലാറ്ററൽ ഡാമേജ് ആണ് അവിടെ ഉണ്ടാവുന്നത്. ഇസ്രായേലിലേക്ക് പോകുന്ന മിസൈലുകൾ പലതും വെടിവെച്ചിടുന്നത് ഈ മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഡെബറീസ് വന്ന് വീഴുന്നതൊക്കെയാണ് ഇതിന് കാരണമാവുന്നത്. പക്ഷേ ഇത് വലിയ രീതിയിലുള്ള ഒരു അൺസർട്ടനിറ്റി ഈ മേഖലയിൽ ആകെ സൃഷ്ടിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ അമേരിക്ക തന്നെ അമേരിക്കയുടെ മിലിറ്ററി സംവിധാനങ്ങളുണ്ട് ഗൾഫ് മേഖലയിൽ. ഈ മിലിറ്ററി സംവിധാനങ്ങൾക്ക് സമീപം ജീവിക്കുന്ന എല്ലാ ആളുകളോടും മാറി താമസിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊരു തരത്തിലുള്ള വലിയ ഒരു വാർണിംഗ് ആയിട്ട് വേണം നമ്മൾ കാണാൻ. കാരണം അമേരിക്കയുടെ ഒരു 10,000-ഓളം ട്രൂപ്സ്, അതായത് പട്ടാളക്കാർ ഗ്രൗണ്ട് ഇൻവേഷനായിട്ട് ഇറാനിലേക്ക് കടന്നു കയറാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് ഈ ചർച്ചകൾ പുരോഗമിക്കാതിരിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ അടുത്ത നടപടി അതാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇറാന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതികരണം ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ആ തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റുള്ളൂ. പക്ഷെ അതല്ല ഇന്നത്തെ സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ സംഘർഷം ഇന്നത്തെ സാഹചര്യത്തിൽ 2-3 ദിവസം മുമ്പ് അല്പം അയവിലുള്ള സൂചനകൾ നൽകിയിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ഇന്നത്തെ സാഹചര്യത്തിൽ അത് ആയിട്ടല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ ചേർത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഇന്ത്യയുടെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്രൂഡ് ഓയിലിന്റെ വില ഇപ്പോൾ തന്നെ 120-130 ഒക്കെ ആയിട്ടുണ്ട്. അത് പല റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 150-200 ഒക്കെ ആയി മാറാനുള്ള സാധ്യതയുണ്ട്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഇക്കണോമിക് പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്നുള്ളത് നമ്മൾ മുൻകൂട്ടി കാണേണ്ടതുണ്ട്. പല രാജ്യങ്ങളും ഇപ്പോൾ അവരുടെ റിസർവ് കരുതൽ ശേഖരത്തിൽ നിന്നാണ് ഇപ്പം ഈ ഓയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കും ഏകദേശം 60 ദിവസത്തിനുള്ള കരുതൽ ശേഖരം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ഈ കരുതൽ ശേഖരം അവസാനിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഓയിലിന്റെ വില വലിയ രീതിയിൽ വർദ്ധിക്കും. അത് പല രാജ്യങ്ങളിലും നമുക്ക് അടുത്തുള്ള രാജ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ശ്രീലങ്കയിലൊക്കെ ഞാൻ ഇന്നലെ സൂചിപ്പിച്ച പോലെ ഏകദേശം 30% ഓയിലിന്റെ വില വർദ്ധിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഇപ്പം അതിന്റെ എക്സൈസ് ഡ്യൂട്ടി കുറച്ചിട്ടാണ് ഈ വിലയെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഇതെല്ലാം ഒരു ഷോർട്ട് ടേം അറേഞ്ച്മെന്റ് ആണ്. പക്ഷേ ഈ യുദ്ധം നീളുകയാണെങ്കിൽ ഈ ഷോർട്ട് ടേം അറേഞ്ച്മെന്റ് കൊണ്ട് മാത്രം ഈ വില കൂടലിനെ അല്ലെങ്കിൽ ഇതിന്റെ സാമ്പത്തിക ഇമ്പാക്റ്റിനെ മറികടക്കാൻ ഒരു രാജ്യങ്ങൾക്കും ആവുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് ഒരു തരത്തിൽ ഈ ഇറാന്റെ ഒരു സ്ട്രാറ്റജിക് വിക്ടറി എന്ന് പറയാനുണ്ട്. ഇറാൻ ഈ യുദ്ധത്തെ, അതായത് ഒരു മിലിറ്ററി യുദ്ധത്തെ ഒരു ഇക്കണോമിക് യുദ്ധമാക്കി മാറ്റി എന്നുള്ളതാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രാറ്റജിക് വിക്ടറിയായി നമുക്ക് കാണാൻ സാധിക്കുക. ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രയേൽ അടിക്കുമ്പോൾ ഉറപ്പായിട്ടും തിരിച്ചടിക്കാൻ ഇറാനും തയ്യാറാണ്. അത്തരത്തിലുള്ള പ്രതികരണമൊക്കെ ഇറാന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ഇന്ത്യക്കുണ്ടാവുന്ന ഈ സാമ്പത്തിക നഷ്ടം, അല്ലെങ്കിൽ ഇന്ത്യക്കുണ്ടാവുന്ന ഈ പറഞ്ഞ പോലെ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിക്കുന്നു, അതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യയിലും പ്രതിഫലിക്കുന്നുണ്ട്.
ഈ രാജ്യങ്ങൾക്കും ഇത്തരത്തിലുള്ളൊരു യുദ്ധം നടക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു സാമ്പത്തികമായ ഒരു വലിയ നഷ്ടം ഈ രാജ്യങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയില്ലേ? അങ്ങനെയാണെങ്കിൽ പോലും ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ അവർ നിൽക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും സാമ്പത്തിക നഷ്ടം എന്നത്, അതായത് ഹൈലി നെറ്റ്വർക്ക്ഡ് ആയിട്ടുള്ള ലോക സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ നഷ്ടം എന്നത് ആ രാജ്യത്തിന്റെ നഷ്ടം മാത്രമായി കണക്കാക്കാൻ പറ്റില്ല എന്നത്. കാരണം ഒരു ഗ്ലോബലൈസ്ഡ് വേൾഡിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ലോകത്തിന്റെ ഒരു സാമ്പത്തിക എഞ്ചിനായി വർക്ക് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യയും ചൈനയും അതേപോലെ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളെല്ലാം. അവിടേക്കുള്ള ഓയിൽ സപ്ലൈ ആണ് ഇപ്പോൾ ഹോർമസിൽ കൂടെ വരുന്നതും അതാണ് ഇപ്പോൾ പിടിച്ചിട്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ രാജ്യങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള സ്ലോ ഡൗൺ, ഇക്കണോമിക് മന്ദഗതി വരികയാണെങ്കിൽ അത് ലോകത്തെ മൊത്തത്തിൽ ബാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഒരു കുരുക്കായി മുറുകുന്നത്. അതായത് ഒരു മിലിറ്ററി യുദ്ധത്തിലാണെങ്കിൽ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ഇറാനെ തോൽപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം അത്തരത്തിലുള്ള മാസീവായിട്ടുള്ള ബോംബിങ്ങിലൂടെ അല്ലെങ്കിൽ കാർപ്പറ്റ് ബോംബിലൂടെ ഇറാനെ അട്ടിമറിച്ചിടാൻ സാധിക്കും. പക്ഷേ ആ യുദ്ധം ഒരു സാമ്പത്തിക രംഗത്തെ യുദ്ധമായി മാറുമ്പോൾ അത് ലോകത്തെ മറ്റ് രാജ്യങ്ങളെ കൂടി ശ്വാസം മുട്ടിക്കും എന്നുള്ളത് അമേരിക്കയെ പോലും ഭയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ട്രംപ് രണ്ടടി പിന്നോക്കം വയ്ക്കുന്നത്. പക്ഷേ ഈ യുദ്ധത്തിൽ ട്രംപിന്റെ ഉദ്ദേശം എന്താണോ അതല്ല ഇസ്രായേലിനുള്ള ഉദ്ദേശം. ഇസ്രായേലിന്റെ ഉദ്ദേശം എന്നത് ഇറാന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള അനിഹിലേഷൻ, അതായത് ഇറാനെ കംപ്ലീറ്റ്ലി നശിപ്പിക്കുക അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമാണ് ഇറാന്റെ മുന്നിലുള്ളത്, അത് ഇസ്രായേലിന്റെ മുന്നിലുള്ളത്. അത് ഇന്നത്തെ ലക്ഷ്യമല്ല, കഴിഞ്ഞ 40 വർഷമായി ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലക്ഷ്യമാണത്. അതായത് ഇറാനെ ഉന്നതരയിൽ ചെയ്യുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. പക്ഷെ അതുമായി ചേർന്ന് നിൽക്കുന്നതല്ല അമേരിക്കയുടെ താല്പര്യങ്ങൾ. ചെറിയൊരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് അവിടെ ഉണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ യൂറോപ്യൻ യൂണിയന്റെ കാര്യങ്ങൾ നോക്കുകയാണ്, ഇപ്പൊ നാറ്റോ സഖ്യകക്ഷികളിൽ ആരും ഈ യുദ്ധത്തെ അനുകൂലിക്കുന്നില്ല. അത് ട്രംപിനെ വലിയ രീതിയിൽ തുടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് ജർമ്മനി ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും UK ആണെങ്കിലും ഇത് ഞങ്ങളുടെ യുദ്ധമല്ല, ഇത് അമേരിക്കയുടെ യുദ്ധമാണ് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ യുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വലിയ രീതിയിലുള്ള കത്തിപ്പടൽ, അതായത് ലോകത്തൊട്ടാകെ കത്തിപ്പടരുന്ന രീതിയിൽ ഈ യുദ്ധം പരിണമിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ആശ്വാസമായി നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷേ തീർച്ചയായിട്ടും വില വർധനവ്, എണ്ണയുടെ വില വർധനവ്, അതേപോലെ ഈ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആണവ സംവിധാനത്തിന് നേരെയുള്ള അക്രമങ്ങൾ, അമേരിക്കയുടെ ഈ ട്രൂപ്സിനെ ഗ്രൗണ്ട് ട്രൂപ്പിനെ അയക്കാനുള്ള ഒരു ശ്രമങ്ങൾ, ഇതെല്ലാം തീർച്ചയായിട്ടും യുദ്ധത്തിന്റെ ഗതിയെ വലിയ രീതിയിൽ മാറ്റും എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുക. ശരി, വളരെ അനീഷ് PM നാരായണൻ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.